നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വേതനം വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം കൊണ്ട് മാത്രം കാര്യമില്ല എന്ന ഉത്തരവുണ്ടാകാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് വ്യക്തമാക്കുകയാണ് ആശാ വർക്കർമാർ. ആശാ വർക്കർമാർ വളരെ വ്യക്തമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ദിവസം കഴിഞ്ഞാലും ഇനി അവിടെ ഇരുന്ന് വേര് മുളച്ചാലും സാരമില്ല, ഞങ്ങൾ ഞങ്ങളുടെ നീതി നടപ്പാക്കിയിട്ടേ പോവുകയുള്ളൂ. ഒരുപക്ഷെ ഞങ്ങൾ നീതി ആക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഈ നീതിയിൽ നിന്നുള്ള ലാഭമോ അതിൽ നിന്നുള്ള നീതി അനുഭവിക്കാനുള്ള സമയമോ ഉണ്ടായി കാണില്ല. എന്നാൽ ഇനി വരുന്ന തലമുറയ്ക്ക് പോലും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകാൻ പാടില്ല എന്ന് ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ആശാ വർക്കർമാർ. ഇപ്പോഴിതാ കൂടെ നിൽക്കുന്നവരുടെ നിന്നും ചതി മണത്തുകൊണ്ട് കൂടെ ആര് വന്ന് സോപ്പിടാൻ ശ്രമിച്ചാലും ഒരു കിറ്റിലോ രണ്ട് നൃത്തത്തിലോ ഒന്നും വീഴ്ത്താൻ ഞങ്ങളെ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിക്കും ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ആശാ വർക്കർമാർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇനി സമരപന്തലിൽ വരണമെങ്കിൽ കയ്യിലൊരു ലെറ്റർ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കണം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പലതവണ സമരപന്തൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇനി വരുമ്പോൾ ഉത്തരവുമായി വരണമെന്നാണ് ആഗ്രഹം. ആശമാരും സുരേഷ് ഗോപിയും പറ്റിക്കപ്പെടരുത് എന്നുമാണ് പറയുന്നത്. സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നും സമരസമിതി വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 33-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കത്തുന്ന വേനൽ ചൂടിന് ആശമാരുടെ ആവേശത്തിന് തെല്ലും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തം. പലരും രോഗബാധിതരാണ് എന്നുള്ളതാണ് വാസ്തവം. അത്തരക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീണ്ടും സമരപന്തലിലേക്ക് എത്തുകയാണ്. തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്നാണ് അവരുടെ ഉറച്ച തീരുമാനം. കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കാനുള്ള ഒരു തീരുമാനവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത്. ആശാ വർക്കർമാരുടെ ധനസഹായം വർദ്ധിപ്പിക്കാൻ കുടുംബ ആരോഗ്യ മന്ത്രാലയത്തിനുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. ഗവേഷണത്തിനും പൊതുജനാരോഗ്യ നിർവഹണത്തിനും ഇടയിലുള്ള വിടവ് നികത്താൻ ആശമാരുടെ സേവനം ഉപയോഗപ്പെടുത്തണം. ഇതിന് ആശമാർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകണം. നിലവിൽ ആശമാർക്ക് നൽകുന്ന തുച്ഛമായ ധനസഹായം അടിസ്ഥാന ചെലവിന് മതിയാകില്ല. അതിനാൽ ആശമാരുടെ പതിവ് പ്രതിഫലത്തിന് പുറമെ ഹെൽത്ത് റിസർച്ച് ഡിപ്പാർട്ട്മെന്റിനുള്ള വിഹിതത്തിൽ നിന്ന് കൂടുതൽ സഹായം ഉറപ്പാക്കണം എന്നുമാണ് ഈ രാം ഗോപാൽ യാദവ് അധ്യക്ഷനായ കമ്മിറ്റി ശുപാർശ ചെയ്തത്. 2025-26 ബഡ്ജറ്റിൽ ആരോഗ്യ ഗവേഷണത്തിന് 4970.3 കോടി ആവശ്യപ്പെട്ടെങ്കിലും നീക്കിവെച്ചത് 3900 കോടി മാത്രമായിരുന്നു. ബഡ്ജറ്റിന്റെ 1.89% ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെച്ചത്. ഇത് വർദ്ധിപ്പിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെടുന്നുണ്ട്. ആശാപ്രവർത്തകരുടെ സമരം 33 ദിവസം പിന്നിടുന്നത് ഞങ്ങളുടെ ആവശ്യം നടപ്പാക്കണമെങ്കിൽ ഇനിയും എത്ര ആയുസ്സുകൾ കണ്ട് തീർക്കണമെന്നും മാത്രം അറിയില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ സമരസമിതിയുടെ കോർഡിനേറ്റർ എസ് മിനി ഈ ആത്മകഥം പോലെ പറഞ്ഞതായിരുന്നു ഈ വാക്കുകൾ. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന്റെ വേദിയിലേക്ക് ദിനം ഓരോന്നും കഴിയുമ്പോഴും ആളെണ്ണം കൂടി വരികയാണ്. ആശാ പ്രവർത്തകരും അവരെ പിന്തുണയ്ക്കുന്നവരുമെല്ലാം മാറി മാറി എത്തുന്നു. രണ്ട് മരങ്ങൾക്കിടയിലാണ് ആശാ പ്രവർത്തകരുടെ സമരവേദി. അതിലൊന്നിൽ പൊതിരുന്ന സ്ത്രീ എന്ന ആശയത്തിൽ രൂപം കൊണ്ട ശില്പം ഇന്നലെ അനാവരണം ചെയ്തു. ഹണിയുടെയും അനീഷ് തകിഴിയുടെയും സൃഷ്ടിയാണ് ഇത്. ചെയ്യുന്ന ജോലിക്ക് അർഹിക്കുന്ന പ്രതിഫലത്തിന് വേണ്ടിയുള്ള ആശാ പ്രവർത്തകരുടെ സമരവേദിയിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇനി എത്തുമ്പോൾ കയ്യിൽ ആവശ്യങ്ങൾ അംഗീകരിച്ചുള്ള ഉത്തരവ് കൂടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇന്നലെ സമരസമിതി നേതാക്കൾ ഉന്നയിച്ചത്. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ 4 തവണയാണ് സുരേഷ് ഗോപി സമരവേദിയിൽ ആശാ പ്രവർത്തകരെ സന്ദർശിച്ചത്. അതായത് ഈ മഴ പെയ്യുന്ന സമയത്ത് രാത്രിയെന്നോ പകലെന്നോ പുലർച്ചെയെന്നോ ഇല്ലാതെ 4 തവണയാണ് സുരേഷ് ഗോപി എത്തിയത്. ഏറ്റവും ഒടുവിൽ പൊങ്കാല ഇടാനുള്ള പൊങ്കാല കിറ്റുമായി സുരേഷ് ഗോപി എത്തിയിരുന്നു. അതേസമയം സംസ്ഥാന സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുള്ള സമരത്തിനിറങ്ങുകയാണ് ആശാ പ്രവർത്തകർ. 17 രാവിലെ മുതൽ വൈകിട്ട് വരെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന സമരത്തിൽ 7000-ഓളം ആശാ പ്രവർത്തകരെ പങ്കെടുപ്പിക്കുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് വി.കെ. സദാനന്ദനും ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദുവും അറിയിച്ചു. ആശാ വർക്കർമാരുടെ സമരപന്തലിൽ വീണ്ടും എത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ നുണയിൽ പിണയും പിണറായി സർക്കാരെന്നും ആശാ വർക്കർമാരെ വീണ ജോർജും സർക്കാരും പറഞ്ഞു പറ്റിക്കുകയാണെന്നും ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നു. ആശാ വർക്കർമാർക്ക് കേന്ദ്രം നൽകാനുള്ളതെല്ലാം നൽകിയെന്നും സുരേഷ് ഗോപി സമരപന്തലിൽ വെച്ച മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു.
സിക്കിം സർക്കാർ മാത്രമാണ് ആശാ വർക്കർമാരെ തൊഴിലാളി എന്ന ഗണത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അത് ചെയ്യാം. വീണ ജോർജും ശിവൻകുട്ടിയും വിചാരിച്ചാൽ നിങ്ങളെ ആ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എനിക്കറിയാം. ആ ബോധ്യം വെച്ചുകൊണ്ട് ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ ഞാനില്ല. ഡൽഹിയിൽ പോയി സമരം ഇരുന്നാൽ ഞാനും വരാമെന്ന മന്ത്രിയുടെ പരാമർശം തെറ്റായിപ്പോയി. ഒരു മന്ത്രിക്ക് അങ്ങനെ സമരം ചെയ്യാൻ പറ്റില്ല. അതും നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. വെറും നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഞാൻ ഇപ്പോൾ പറയുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കേന്ദ്ര സർക്കാർ കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കുറവുണ്ടെങ്കിൽ നോക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെന്റിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ നുണ പറയാൻ പറ്റില്ല. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല എങ്കിൽ അതാണ് മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടത്. പാർലമെന്റിൽ ഓൺ റെക്കോർഡായാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. 2012 ഈ സംവിധാനം കൊണ്ടുവന്ന ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരോട് നിങ്ങൾ ചോദിക്കൂ ഇതിന്റെ ഘടന എങ്ങനെയാണ് എന്ന്. അത് വെച്ച് കേന്ദ്രത്തിന് എന്താണ് ചെയ്യാൻ ഉത്തരവാദിത്തമുള്ളത്, എന്താണ് ആ നിയമാവലിക്കുള്ളിൽ വെച്ച് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിക്കൂ. ഞാൻ പറയുന്നതെല്ലാം വസ്തുത മാത്രമാണ്. കള്ളം പറയുന്നത് എന്ന ആരാണ് കള്ളം പറയുന്നത് എന്ന് അന്വേഷിക്കാൻ കേരളത്തിലെ ജനങ്ങളില്ലേ? കേരളത്തിലെ ജനങ്ങളുടെ ഈ വക്താക്കളായി മാധ്യമങ്ങളില്ലേ? അതിന് CBI വരണോ എന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. സംസ്ഥാനത്തിന് ഒന്നും കിട്ടിയില്ല എന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ഭാഷ മനസ്സിലാകാതിരിക്കലാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എന്തായാലും ആശമാർ കട്ടക്കലിപ്പിൽ തന്നെയാണ്. സുരേഷ് ഗോപിയുടെ അതായത് അദ്ദേഹത്തിന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സഹായം ഒക്കെ തന്നെ നല്ലത് തന്നെയാണ്. അത് ഞങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷെ ഒരു കാരണവശാലും ഇനി അദ്ദേഹം കയ്യും വീശി ഇവിടേക്ക് വരരുത്. വരുമ്പോൾ കയ്യിൽ ഒരു അറിയിപ്പുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു നീക്കം, അതായത് ഞങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ ഉണ്ടായിരിക്കണം അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായിരിക്കും സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടെന്ന് കണ്ടറിയാം. ആശാപ്രവർത്തകരുടെ സമരം 33-ാം ദിവസം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് ഒരു കാര്യവും പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മുഖ്യമന്ത്രി അത് അങ്ങനെയാണല്ലോ. ഏത് സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നാലും അത് ആർക്കോ വേണ്ടി അവർ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു തൊഴിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് കിടക്കുന്നു എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി എപ്പോഴും എല്ലാ സമരങ്ങളെയും കണ്ടിരുന്നത്. ഇപ്പോഴും അതേ രീതിയിൽ പിന്തുടരാനാണ് സാഹചര്യമെങ്കിൽ ഒരുപക്ഷെ ഈ ആശമാരുടെ സമരം നേരെ ക്ലിഫ് ഹൗസിലേക്ക് എത്താനും അവർ മടിക്കില്ല. കാരണം പെണ്ണുരുമ്പിട്ടാൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതേ ചൊല്ല് അന്വർത്ഥമാക്കാൻ ആശമാർക്ക് കഴിയും. നിയമസഭ തുടരുമ്പോൾ ആശമാർ നിയമസഭ ഉപരോധിക്കുന്ന ഒരു വാർത്ത കണ്ടിരുന്നു, അല്ലെങ്കിൽ നിയമസഭ ഉപരോധിക്കുന്ന ഒരു നീക്കം അവർ നടത്തിയിരുന്നു. അതേ രീതിയിൽ തന്നെ ഇനിയും നീക്കം നടത്താൻ അവർക്ക് ഒരു മടിയുമില്ല എന്നാണ് വ്യക്തമാകുന്നത്. ആര് സഹായിക്കാൻ എത്തിയാലും വാക്കാൽ അല്ല പ്രവൃത്തിയാൽ വേണം സഹായം. അതായത് എന്താണോ ഞങ്ങളുടെ ആവശ്യം അതിന്മേൽ എന്ത് സഹായം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അല്ലാതെ അതിനപ്പുറത്തേക്ക് ആശമാർക്ക് ടെന്റ് വേണ്ട, കുട വേണ്ട, വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്താണോ അതിന്മേലുണ്ടാകുന്ന നടപടി അത് മാത്രമാണ് ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു സഹായം എന്നാണ് ആശമാർ പറയുന്നത്. സത്യത്തിൽ അവരുടേതായിട്ടുള്ള വേതനത്തിന് വേണ്ടി ഞങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണ്. നമുക്ക് ഞങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നത് വരെ ഒരുപക്ഷെ അതിനും അപ്പുറത്തേക്ക് ഞങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഞങ്ങളുടെ കുടുംബം പോറ്റി ഞങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണ്. പക്ഷെ അതിന് കൃത്യമായ വേതനം തരില്ല എന്ന അതൊരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സർക്കാർ ഈ നാട്ടിൽ ഭരിക്കുമ്പോഴാണ് ആശമാർ ഇങ്ങനെ തിരുവോരങ്ങളിൽ കിടക്കേണ്ടത് എന്ന് വരുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് കാര്യം. എന്തായാലും 33-ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യം നടപ്പാക്കണമെങ്കിൽ ഇനിയും എത്ര നാൾ ഇവിടെ കിടക്കേണ്ടി വരുമെന്നറിയില്ല. എത്ര നാളും ആയിക്കോട്ടെ ഞങ്ങൾ കിടക്കുക തന്നെ ചെയ്യുമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ് ആശമാർ. എന്തായാലും മുഖ്യമന്ത്രിയെയും സുരേഷ് ഗോപിയെയും ഒക്കെ തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. വേതനം വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം കൊണ്ട് മാത്രം കാര്യമില്ല എന്നും ഉത്തരവുണ്ടാകാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നും വ്യക്തമാക്കുകയാണ് ആശമാർ. കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഞങ്ങൾക്ക് പാർട്ടി ഭേദമില്ല. ഞങ്ങളുടെ കാര്യം ഒന്നു മാത്രമാണുള്ളത്. ഞങ്ങൾ ചെയ്യുന്ന കൂലിക്ക് കൃത്യമായ ജോലി, കൃത്യമായ വേതനം ഞങ്ങൾക്ക് കിട്ടണം. അത് കിട്ടും വരെ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വെക്കുകയാണ് ആശമാർ.